അടുത്തിടെയാണ് മോഹൻലാൽ ചില സർപ്രൈസ് മൂവി അനൗൺസ്മെന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. അത് പലർക്കും വളരെയേറെ ഷോക്കിംഗ് ആയിരുന്നു. അനൂപ് മേനോൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രവും ദൃശ്യം 3യും ഒക്കെ ആ വലിയ സർപ്രൈസുകളിൽ ഒന്നായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും തീരുന്നില്ല മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ സർപ്രൈസുകൾ. ഇനിയുമുണ്ട് ആ ലിസ്റ്റിൽ ഏറെ സിനിമകൾ. അങ്ങനെ ചില അനൗൺസ്മെന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. ആശീർവാദ് സിനിമാസിന്റെ സാരഥി ആന്റണി പെരുമ്പാവൂരും ഇതേ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എല്ലാം ആശീർവാദിന്റെ ആനിവേഴ്സറി ആഘോഷത്തിൽ പറയുമെന്നാണ് എല്ലാവരും കരുതിയെങ്കിലും അന്ന് അത് അനൗൺസ് ചെയ്തില്ല. കാരണം എമ്പുരാന്റെ പുറകിലായിരുന്നു എല്ലാവരും. ഇപ്പോഴും എമ്പുരാന്റെ പുറകിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമോഷനും മറ്റ് കാര്യങ്ങളുമൊക്കെയായി. അങ്ങനെ ബിസി ആയിരിക്കുമ്പോൾ ചില അപ്ഡേറ്റുകൾ അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. ചില അനൗൺസ്മെന്റുകൾ. ആ അനൗൺസ്മെന്റുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും അതിലൊരു ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മൂവി അനലിസ്റ്റുകൾ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടും. ആശീർവാദിന്റെ നിർമ്മാണത്തിലാണ് നിരവധി വമ്പൻ ചിത്രങ്ങൾ അടുത്തിടെ മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതിൽ ഏറ്റവും വമ്പൻ ചിത്രമായ L2E എമ്പുരാൻ നമുക്ക് മുന്നിലേക്ക് റിലീസാകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ വർക്കുകളിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരും. ഇതിനു മുമ്പ് മരക്കാരും ബറോസും ഒക്കെ ഇവരുടെ ബിഗ് ബജറ്റ് സിനിമകളിൽ പെടുന്നതാണ്. എന്നാൽ അതുപോലൊരു ബിഗ് ബജറ്റ് സിനിമയുടെ ഇനിഷ്യൽ പ്ലാനിലാണ് അതിന്റെ അനൗൺസ്മെന്റ് ആശീർവാദ് നടത്താൻ പോവുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു മാസീവ് പ്രോജക്റ്റ്, ബിഗ് ബജറ്റ് ആണോ എന്നതിനപ്പുറം ഒരു വലിയ പ്രോജക്റ്റിന്റെ അനൗൺസ്മെന്റ് ആശീർവാദിന്റെ സിൽവർ ജൂബിലിക്ക് അനൗൺസ് ചെയ്യാൻ ഇരുന്നതായിരുന്നു ആശീർവാദ് സിനിമാസ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് L2യിലേക്ക് അതിന്റെ പ്രൊമോഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു പ്രഖ്യാപനം അവർ മാറ്റിവെച്ചു. എന്നാൽ ആ ബിഗ് അനൗൺസ്മെന്റ് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ചിത്രത്തിന്റെ സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിരിക്കുമെന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നതും. ഏത് ചിത്രമാകും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ പ്രേക്ഷകരും ആരാധകരുമൊക്കെ വലിയ കൗതുകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ടോപ്പ് ടാലന്റഡ് ആയിട്ടുള്ള മോളിവുഡിലെ ഡയറക്ടറാണ് മോഹൻലാലിനെ വെച്ച് ഈ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. എല്ലാം ഒത്തുവന്നാൽ ഉടനെ തന്നെ ആ ഗംഭീര പ്രഖ്യാപനം നമ്മുടെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതാണ് ഇനി വരാനുള്ള ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിലാണ്. അത് ആരായിരിക്കും എന്ന രീതിയിലാണ് പലരും ചോദിക്കുന്നത്. അമൽ നീരദാണോ, വിപിൻ ദാസ് ആണോ, അൻവർ റഷീദ് ആണോ എന്നിങ്ങനെ പോകുന്നു പല ചോദ്യങ്ങളും. എന്നാൽ അണിയറയിൽ അങ്ങനെ ഒരു ഗംഭീര ചിത്രം ഒരുങ്ങാൻ പോകുന്നു എന്നതൊക്കെ പറയുന്നുണ്ട്. പല സംവിധായകരുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത്. എന്നാൽ അണിയറയിൽ അങ്ങനെ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു ഒരു പ്രഖ്യാപനമായി എന്ന് തന്നെ പറയാനുണ്ട്. LJPയുടെ വരെ പേരുകൾ പറയുന്നുണ്ട്. LJP ആകാൻ സാധ്യതയില്ല. മറ്റൊരു പുതുമുഖ സംവിധായകൻ തന്നെയാകും മോഹൻലാലിനെ വെച്ച് സിനിമ ഒരുക്കാൻ പോകുന്നത്. അതൊരു ഗംഭീര മാസീവ് പ്രോജക്ട്. LJPയുടെ പേര് പറയുമ്പോഴാണ് LJPയും മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്ന ചില റൂമറുകളും വരുന്നുണ്ട്. അപ്പോൾ തന്നെ മോഹൻലാലും LJPയും ഒന്നിച്ച മലൈക്കോട്ടെ ബാലുവിനുമായി ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. കാരണം മലൈക്കോട്ടെ ബാലുവിനെ കുറിച്ച് അതിന്റെ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞ വാക്കുകളാണ് വലിയ രീതിയിൽ ചർച്ചയായതു. കാരണം മലൈക്കോട്ടെ ബാലുവൻ അദ്ദേഹത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കിയില്ല എന്നത്. മറ്റു വരുമാനങ്ങൾ കൊണ്ട് നഷ്ടം വന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. OTTയും സാറ്റലൈറ്റും മ്യൂസിക്കും എല്ലാം കൂടെ വലിയൊരു തുക ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഒരു 2 മണിക്കൂർ സാധനം കൊള്ളാമെങ്കിൽ ആള് കയറും, സാധനം കൊള്ളില്ലെങ്കിൽ ആള് കയറില്ല. അതിന്മേൽ കയറി ചർച്ച ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? സിനിമാ മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ചുള്ള ചോദ്യത്തോട് ഷിബു ബേബി ജോൺ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മലൈക്കോട്ടെ ബാലുവൻ എന്ന സിനിമ സാമ്പത്തികമായി നഷ്ടമായിരുന്നില്ലെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത്. മറ്റു വരുമാനം ഉള്ളതുകൊണ്ട് നഷ്ടം വന്നില്ല. OTTയും സാറ്റലൈറ്റും മ്യൂസിക്കും എല്ലാം കൂടെ വലിയൊരു തുക ലഭിച്ചു. മലൈക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചനയില്ല. ഒന്നാമത് ഞാൻ ഇതിൽ നിന്നും പൂർണ്ണമായി മാറി. ആദ്യം തുടങ്ങിയപ്പോൾ അതുമായി കുറച്ചു സമയം ചെലവഴിച്ചു എന്നതല്ലാതെ ഇപ്പോൾ പൂർണ്ണമായും യാതൊരു ബന്ധവുമില്ല. രണ്ടാം ഭാഗം എന്നത് ഇപ്പോൾ ആലോചനയിലില്ല എന്ന് തറപ്പിച്ച് പറയാം. അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയായിരുന്നു. നേരത്തെയും അദ്ദേഹം വാലിബൻ ഫ്ലോപ്പായിരുന്നു എന്ന് പ്രചാരണം അദ്ദേഹം തള്ളിയിരുന്നു. വാലിബൻ ഫ്ലോപ്പ് അല്ലെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് പടം പോയില്ലെന്നേ ഉള്ളൂ എന്നും പടത്തിന്റെ റവന്യൂ നോക്കുമ്പോൾ അതൊരു പരാജയപ്പെട്ട സിനിമയല്ലെന്നും വ്യക്തമാക്കിയിരുന്നു. സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റിൽ തങ്ങൾ സന്തുഷ്ടരാണ്. വാലിബൻ രണ്ടാം ഭാഗം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.